ഇന്ന് വൈകുന്നേരം പെയ്ത മഴയിൽ വടകര പുതിയ സ്റ്റാൻഡ് പ്രദേശം വെള്ളത്തിനടിയിലാണ്. വ്യാപാരികൾ വളരെ ദുരിതത്തിലാണ്. ഇപ്പോഴുള്ള ഈ വെള്ളക്കെട്ടിന് കാരണം ദേശീയപാതയുടെ വർക്ക് ഇഴഞ്ഞു നീങ്ങുന്നതുകൊണ്ട് തന്നെയാണ്. വടകരയിൽ നാശം വിതച്ച് കനത്ത മഴ. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് കടകൾ വെള്ളക്കെട്ടിലായി. ദേശീയപാതയോട് ചേർന്ന ഡ്രെയിനേജ് നന്നാക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കുന്നത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾ നിരവധി തവണ നഗരസഭയ്ക്ക് നിവേദനം നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല. ഓരോ മഴക്കാലത്തും ഇത് തന്നെയാണ് സ്ഥിതി. കടകളിൽ വെള്ളം കയറി സാധന സാമഗ്രികൾ നശിക്കുന്നതും പതിവാണ്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കനത്ത മഴ പെയ്തത്. ഇന്ന് വൈകുന്നേരം പെയ്ത മഴയിൽ വടകര പുതിയ സ്റ്റാൻഡ് പ്രദേശം വെള്ളത്തിനടിയിലാണ്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വെള്ളക്കെട്ട് എന്നുള്ളത്. ഇപ്പോഴുള്ള ഈ വെള്ളക്കെട്ടിന് കാരണം ദേശീയപാതയുടെ വർക്ക് ഇഴഞ്ഞു നീങ്ങുന്നതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ വടകര മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളായിക്കോട്ടെ, മുനിസിപ്പാലിറ്റികളായിക്കോട്ടെ, ഇനി നേരിടുന്ന പ്രധാന പ്രശ്നവും ഇതുതന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവൃത്തിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി, ഈ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി പുതിയ സ്റ്റാൻഡ് പ്രദേശങ്ങളിലുള്ള വ്യാപാരികൾ വളരെ ദുരിതത്തിലാണ്. അവരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കരുത്. ഇനിയുള്ള ദേശീയപാതയുടെ അതോറിറ്റി എത്രയും പെട്ടെന്ന് ഈ വർക്കുകൾ തീർത്തുകൊണ്ട് ഈ മഴക്കാലത്തിന് ഇനി അത്രേ ദിവസമേ ഉള്ളൂ, മഴക്കാലം വരാൻ പോവാണ്. അതിനു മുമ്പേ തന്നെ ഈ ഡ്രൈനേജുകളുടെ വർക്കുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. Parco Gold and Diamonds,